എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഓട്ടംതുള്ളലിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപമാണല്ലോ ഓട്ടംതുള്ളൽ. 18-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത കവിയായ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയൊരു നൃത്തരൂപമാണ് ഓട്ടംതുള്ളൽ. ഇതിൽ ലളിതമായ മലയാളം, പരിഹാസം, സാമൂഹ്യ വിമർശനം എന്നിവയാണ് ഈ കലയുടെ പ്രധാന പ്രത്യേകത. ഇനി നമുക്കിതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മിഴാവ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്പ്യാർ ഒരു ചാക്യാർ കൂത്തിനിടയിൽ ഉറങ്ങിപ്പോവുകയും തെറ്റ് സംഭവിക്കുകയും ചെയ്തു. അതിനെ ചാക്യാർ പരിഹസിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്പ്യാർ പുതിയൊരു വേഷവും പാട്ടും ആവിഷ്കരിച്ചു. ഇതിനെയാണ് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇനി നമുക്കിതിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. തുള്ളൽ കലാകാരൻ്റെ വേഷം വളരെ ആകർഷണമായ ഒന്നാണ്. അതിലൊന്നാമതാണ് കിരീടം. തലയിൽ മനോഹരമായി കൊത്തിയെടുത്തൊരു കിരീടമാണ് ഇതിനായി ധരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് മുഖത്ത് എഴുതുന്നത്. മുഖത്ത് പച്ചയും മഞ്ഞയും ചായങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് ഇവർ ചായം പുരട്ടുന്നു. ഇനി മൂന്നാമത്തത് ഉടുപ്പ്. അരയിൽ ചുവന്ന തുണികളും അതിനു മുകളിൽ മനോഹരമായ കസവുകളും നെയ്ത ഒരു ഡ്രസ്സാണ് ഇവരുടെ കോസ്റ്റ്യൂം. അടുത്തതായി അലങ്കാരങ്ങൾ. മാറിലും കൈകളിലും മുത്തുകളും ആഭരണങ്ങളും ഇവർ അണിയാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ അവതരണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരാൾ തന്നെയാണ് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നണിയിൽ പാടാൻ ഒരാളും, ഇതിനെ പൊന്നാനി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ താളമിടാൻ ഒരാൾ, ശിങ്കിടിയും ഉണ്ടാകും. ഇതിൽ മൃദംഗമോ ഇലത്താളമോ ആണ് പ്രധാന വാദ്യോപകരണങ്ങൾ. തുള്ളൽ കലാകാരൻ പാട്ടിൻ്റെ വരികൾക്കനുസരിച്ച് മുദ്രകൾ കാണിക്കുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാലോ? ഇതിൽ ഒന്നാമത്തത് സാമൂഹ്യ വിമർശനമാണ്. പുരാണ കഥകളെ ആസ്പദമാക്കിയാണെങ്കിലും അക്കാലത്തെ സമൂഹത്തിലെ തിന്മകളെയും അനാചാരങ്ങളെയും പരിഹസിക്കാനാണ് കുഞ്ചൻ നമ്പ്യാർ ഈ കലയെ ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തതായി ഹാസ്യമാണ്. കാണികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഹാസ്യമാണ് ഇതിൻ്റെ നാടി തന്നെ. അടുത്തത് ലളിതമായ ഭാഷ. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മലയാള പദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ കഥകളി എന്നാണ് ഓട്ടംതുള്ളൽ പൊതുവെ അറിയപ്പെടുന്നത്. ഇത് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു കലാരൂപമാണ്. ഇത് മലയാളികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്.